റോജായുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണം പോലെയാണ് ഇപ്പോൾ സ്മൃതി മന്ദാന, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് സൂപ്പർ താരം സ്മൃതി മന്ദാനയുടെ പ്രതിശ്രുത വരൻ പലാശിനെതിരെയും വന്നത്. ഒരു വാട്സപ്പ് ചാറ്റാണ് പുറത്തു വന്നത്. രണ്ടും ഇത് ആരുടേതാണ്, ആർക്കാണ് അയച്ചതെന്നോ അതിലൊന്നും ഒരു വ്യക്തതയില്ല. എല്ലാ ബന്ധങ്ങളെല്ലാം ശിഥിലമാകാൻ ഇത്തരം ചാറ്റുകൾ കാരണമാവുകയാണ്. അല്ല, സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതാണ്. അതായത് ഒരു സൂപ്പർ താരമായ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോറൊക്കെ കൂടുതൽ റൺസ് എടുക്കുകയൊക്കെ ചെയ്ത വളരെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു ക്രിക്കറ്റ് താരമാണ്. അവരുടെ വിവാഹം ആയിരുന്നു ഈ നവംബർ 23-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. 5 വർഷമായി സ്നേഹബന്ധത്തിലായിരുന്ന ഈ പലാഷ് മുച്ചൽ എന്ന് പറയുന്ന സംഗീത സംവിധായകനുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രീ വെഡ്ഡിങ് സെറിമണീസ് എല്ലാം നടക്കുകയും ഹൽദി, അതേപോലെ തന്നെ സംഗീത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം ആണ് ഈ പെട്ടെന്ന് വിവാഹ ദിവസത്തിൻ്റെ അന്ന് രാവിലെ സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാനയ്ക്ക് രാവിലെ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ആശുപത്രിയിലായ സമയത്താണ് അതേ ദിവസം തന്നെയാണ് ഈ പലാശുമായിട്ടുള്ള ഒരു സ്ത്രീയുടേതെന്ന് അവകാശപ്പെടുന്ന കുറേ ചാറ്റുകൾ പുറത്തു വരുന്നു. അത് മേരി ഡി കോത്ത എന്ന് പറയുന്ന ഒരാളുടെ ഒരു കൊറിയോഗ്രാഫറുടെ ചുറ്റിപ്പറ്റിയാണ് ഈ ചാറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുക. അതിനകത്ത് അവർ രണ്ടുപേരും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. പക്ഷേ അത് പലാശൻ അയച്ചതാണോ അതോ പലാശുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്നൊക്കെ സ്ഥാപിക്കുന്ന ചില സംശയങ്ങളുണ്ട്. പലാശിൻ്റെ പേരും സ്മൃതിയുടെ പേരും ഒക്കെ അതിനകത്ത് അങ്ങനെ പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വിവാദം ഉണ്ടായ ഒരു സമയത്ത് തന്നെയാണ് ഈ പലാശും ആശുപത്രിയിലാകുന്നതിന് അണുബാധയുണ്ടെന്ന് മാത്രമാണ് റിപ്പോർട്ടുകൾ വരികയും പിന്നീട് അയാളെ സാംഗ്ലിയിൽ നിന്നും ബോംബെയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഈ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ വരികയും ഏതായാലും സ്മൃതിയും പിന്നെ ഈ വിവാഹം സംബന്ധിച്ചുള്ള പ്രീ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ അവർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അല്ല, അതാണ് ഒരു വലിയ ചർച്ചയായത്. സ്മൃതി അത് ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഒപ്പം ഇന്ത്യൻ ടീമിലെ സഹകളിക്കാരായിട്ടുള്ളവരെല്ലാം അതുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളും അതാണ് അങ്ങനെ ഒരു കൂട്ടത്തോടെ ഒരു പിന്നെ ഫോട്ടോകളൊക്കെ ഒഴിവാക്കിയതാണ് ഒരുപാട് സംശയങ്ങൾക്കിടയാക്കുകയും അതുപോലെ തന്നെ ഇരുകൂട്ടരും ഇതേക്കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും പുറത്തു വിടുകയും. ഇപ്പോൾ ഇന്നിപ്പം നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വാർത്ത വന്നിട്ടുണ്ട്, സ്മൃതിയുടെ പിതാവിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ ഇനി എന്ന് വിവാഹം നടക്കുമെന്നോ അത് ഇനി ഇയാളുമായിട്ട് തന്നെയാണോ കല്യാണം നടക്കാൻ പോകുന്നതെന്നോ ഒന്നും ആ കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ നിൽക്കുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ആ പെൺകുട്ടി സ്മൃതി അവളുടെ വിവാഹത്തിലേക്ക് കടക്കാനായിട്ട് തീരുമാനിക്കുകയും 5 വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമാണ് അവർ ഈ കാര്യത്തിലേക്ക് വിവാഹം കഴിക്കുന്ന എന്നുള്ളൊരു ചടങ്ങിലേക്ക് തന്നെ പോലും മാറിയത്. അതായത് 5-ാം വർഷം വിവാഹം, അവർ പ്രണയത്തിലായതിൻ്റെ 5-ാം വർഷത്തിലാണ് അവർ രണ്ടുപേരും സംയുക്തമായിട്ട് ഈ വിവരം പുറത്തു വിടുന്നത്. ഇന്നാരെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരം പുറത്തു വന്ന് പ്രൊപ്പോസൽ വീഡിയോ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പ്രൊപ്പോസൽ വീഡിയോ ഒക്കെ വരികയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി വിവാഹ ജീവിതത്തിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ച ഒരു പെൺകുട്ടിക്ക് നേരിട്ട ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരെ കുറ്റപ്പെടുത്തും എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളായിരിക്കാൻ വരുന്നത്. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ ഈ പലാശ് ചീറ്റ് ചെയ്തതാണോ, അയാൾക്ക് ഇതിനും പുറമെ മറ്റു ബന്ധങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളതിനകത്തൊരു വ്യക്തത വരാനിരിക്കുന്നു. ഏതായാലും അയാളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല. ഈ സ്മൃതിയുടെ വീട്ടുകാരും സ്മൃതിയും ഇതേക്കുറിച്ച് ഈ വിവാഹം അനന്തമായി നീട്ടിവെച്ചതാണോ അതോ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയോ എന്നൊക്കെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയും വരുത്തിയിട്ടുമില്ല. അപ്പോൾ ഏതായാലും ഇതിനകത്ത് ഒരു വലിയൊരു ഹൃദയം തകർക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം. അവർ വളരെ ആശിച്ച് പിന്നെ ലോകകപ്പ് കഴിയാൻ വേണ്ടിയായിരുന്നു കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, വലിയ വിജയം നേടി, അതിൻ്റെ ഒരു ആഹ്ലാദം നിലനിൽക്കുന്ന ഒരു സമയത്താണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ വലിയൊരു ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ അതൊരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, അവരുടെ വിവാഹം അവരുടെ വലിയ പ്രതീക്ഷയോടുകൂടി നടത്താൻ തീരുമാനിച്ച ജീവിതത്തിലെ ഒരു ഘട്ടം തന്നെ ഇല്ലാതായി പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്.
അപ്പോൾ അതൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ പ്രതിസൂതരവാരൻ ആ പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. അത്രമേൽ ഇപ്പോൾ തുടക്കത്തിൽ വേറെ ചില വാർത്തകൾ വരുന്ന ഈ ഘട്ടത്തിൽ തന്നെ ആ പെൺകുട്ടി ഇത് അറിഞ്ഞല്ലോ, ഇയാൾ ഇങ്ങനെ ഒരു ചതിയനാണെന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ വന്നതല്ലോ എന്നുള്ള ഒരുപക്ഷെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള മട്ടിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അല്ല, ഇതിലെ വ്യക്തത വരുത്തേണ്ടത് പലാശാണ്. ഇതെന്റേതാണോ അല്ലെങ്കിൽ ഇതെന്റേതല്ലയോ? അത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ഇവിടെ സംഭവിക്കുന്നത്. ഇതിലൊരു വ്യക്തത വരുത്തുന്നില്ല അവരെ. അത് തന്നെ. ഇപ്പൊ ഈ ആരോപണ വിധേയരായ രാഹുലിന്റെ കാര്യത്തിലായാലും ഈ പലാശിന്റെ കാര്യത്തിലായാലും ഇവർ രണ്ടുപേരും അവർ വലിയ തോതിൽ ക്രൂശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് ഇരുകൂട്ടരും പറയാൻ ഇതുവരെ തയ്യാറാവുന്നില്ല, ഒളിച്ചു കളിക്കുകയാണ്. ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ചാണ് രാഹുലിന്റെ പേരിൽ പല ഓഡിയോ സന്ദേശങ്ങളും ചാറ്റുകളും ഒക്കെ വന്നു. രാഹുൽ ഒരു പെൺകുട്ടിയെ ഗർഭം ധരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു, അതിനുശേഷം അത് ഗർഭം അലസിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കഥകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ പരക്കുകയാണ്. യഥാർത്ഥത്തിൽ പരാതിയുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ സ്മൃതിയുടെ കാര്യത്തിൽ സ്മൃതിയെ വഞ്ചിച്ചു എന്നുള്ളതിന് സ്മൃതി പരാതിയൊന്നും ഇതുവരെ കൊടുത്തിട്ടുമില്ല. സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ചതിയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒരു കേസിന് പോലും സാധ്യതയുള്ളൊരു സംഭവമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ചതിച്ചു എന്നുള്ള തരത്തിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ളൊരു കേസാണ്. വഞ്ചനയാണല്ലോ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആരോപണ വിധേയരായി നിൽക്കുന്ന ഈ രണ്ടുപേരും വ്യക്തത വരുത്താൻ, തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് വ്യക്തത വരുത്താൻ തയ്യാറാവാതെ ഒളിച്ചു കളിക്കുകയും മാറി തെന്നി മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം രാഹുലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കേസന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ പരാതിയില്ല. മറ്റേ പലാശിൻ്റെ പേരിൽ ഇതുവരെയും കേസോ അല്ലെങ്കിൽ ആ നിയമ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമാണ്. പലാശിൻ്റെ വീട്ടുകാരോ അദ്ദേഹത്തിന് വളരെ പ്രശസ്തയായ ഒരു പാട്ടുകാരിയായ സഹോദരിയുണ്ട്, അവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനോ ആരും തന്നെ ഇത് സംബന്ധിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ സ്മൃതിയുടെ വീട്ടുകാരും ഇത് സംബന്ധിച്ച് വ്യക്തതയൊന്നും വരുത്തില്ല. കല്യാണം അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണോ അതോ കല്യാണത്തിന് പിന്മാറിയോ എന്നൊന്നും ഇതുവരെ അവരും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ വരുന്നവരുടെ നിശബ്ദതയാണ് പലപ്പോഴും ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുന്നത്. നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുക എന്നൊരു സാമാന്യ ഒരു മര്യാദയുടെ ഭാഗമാണ്. എന്ത് തരത്തിലും ഇപ്പോൾ ക്രിമിനൽ കുറ്റമായാലും അല്ലാത്തതായാലും അത് പൊതുസമൂഹത്തിൽ, കാരണം സെലിബ്രിറ്റികളായവരുണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ സ്വകാര്യമായതായാൽ പോലും നിങ്ങൾക്ക് വ്യക്തത വരുത്താനുള്ളൊരു ധാർമ്മികമായും അതുപോലെ തന്നെ നിയമപരമായ ഒരു ബാധ്യതയുണ്ട്. അത് പലപ്പോഴും നിറവേറ്റപ്പെടാതെ വരുമ്പോഴാണ് ഈ തരാതരം പോലെ ഈ ഇന്നത്തെ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയിലും ആൾക്കാരൊക്കെ ഇത് വെച്ച് ആഘോഷിക്കുകയും അവരുടെ സ്വയം കഥകൾ മെനഞ്ഞുകൊണ്ട് ഭാവനാവിലാസം കഥകൾ ഇറക്കുകയൊക്കെ ചെയ്ത് ഇരുകൂട്ടരുടെ സ്വകാര്യതയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിരുന്ന് ഒന്നുകിൽ ഇവർക്ക് എല്ലാവർക്കും മാനേജർമാരുണ്ട്, ഇവർക്കെല്ലാം വക്താക്കളുണ്ട്, ഇവരാരെങ്കിലും വഴി ഈ കാര്യങ്ങൾ പുറത്തു വിട്ടാൽ മതി. അപ്പം ഒന്നുകിൽ ഈ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഒരു വഴി വരെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള കഥകളാണ് വരുന്നത്. പലാശിന് ഇത് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം അയാളാണ് ആരോപണ വിധേയനായി നിൽക്കുന്നത്. എന്താണ് ഈ ചാറ്റ് താനുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്ന് പറയാനുള്ള സാമാന്യ മര്യാദയുണ്ട്. അത് നിറവേറ്റപ്പെടാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെയാണ് കൂടുതലും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഭയങ്കരമായ രീതിയിൽ അടിയേറ്റ ഒരു പെൺകുട്ടിയാണ് സ്മൃതി മന്ദാന എന്ന് പറയുന്നത്. കാരണം അവളുടെ ജീവിതമാണ് ഇതിനകത്തേക്ക് വലിയ തോതിൽ വലിച്ചഴിക്കപ്പെടുകയും ആൾക്കാരെ കുത്തി നോവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്കാണ് സത്യം പറഞ്ഞാൽ നീതി കിട്ടേണ്ടത്, ഇതിനകത്ത് മറ്റാരേക്കാളും. അപ്പോൾ അവരുടെ ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള ക്രിക്കറ്റ് ലൈഫ് പോലും ഇതിനെയൊക്കെ ബാധിക്കും. മാനസികമായി തകർന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അതിനകത്തൊക്കെ ഒരു വ്യക്തത വരുത്താനുള്ളൊരു ബാധ്യത ഈ പലാശിൻ്റെ കുടുംബക്കാർക്കും പലാശിനും ഉണ്ട്. അയാൾ അത് ചെയ്യുമോ ഇല്ലയോ എന്നാണ് കാത്തിരിക്കേണ്ടത്. അത് ഈ മറുവശത്താണെങ്കിൽ രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുൽ ഇതേപോലെ തന്നെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ വലിയ തോതിൽ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും ഒക്കെ തന്നെ. അപ്പോൾ രാഹുലും ഈ കാര്യത്തിനകത്ത് രാഹുലിന് പറയുന്നതിന് ന്യായമുണ്ട്. അതായത് കേസന്വേഷണം നടക്കേണ്ടത് താനൊന്നും പറയുന്നില്ല അത്. പക്ഷേ എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളൊരു വ്യക്തത വരുത്താനുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഈ കേൾക്കുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലയോ. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ നടന്ന് വേട്ടയാടുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പൊതുസമൂഹം കൂടെ ആലോചിക്കേണ്ടതാണ്. ഈ പറയുന്ന ഈ സദാചാരവാദികളെല്ലാം തന്നെ ഒരാളുടെ കാര്യത്തിൽ മാത്രം ഈ സദാചാരം ഇറക്കിയാൽ പോരല്ലോ, മറ്റു പലരുടെയും കാര്യത്തിൽ ഈ സദാചാരവാദങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം ഇത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിനകത്ത് ഒരു ന്യായമുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ഒരു വിമർശനമെങ്കിലും നടത്തേണ്ട ഒരു സമയമാണിത്.